അവിടെ എന്ന് പറയുമ്പോൾ സങ്കല്പവും നിഗമനവുമാണ്. കാരണം മരിച്ചു പോയിട്ടുള്ള സ്വർഗം നരകമാണല്ലോ. അപ്പോൾ മരിച്ചു പോയിട്ടേ കാണാൻ കഴിയുള്ളൂ. പക്ഷെ എന്താ കാരണം എന്നറിയാം അലി? കാരണം എന്താ അറിയാം, ഈ മുസ്ലിമുകളെ റസൂലുള്ളാഹി തന്നെ ഹിക്മത്തിലൂടെയാണ് അവർ ദീനെ നിലനിർത്തിയതും വളർത്തിയതും നിലനിർത്തിയതും ഹിക്മത്തിലൂടെയാണ്. എന്താ ഹിക്മത്ത്? തന്ത്രം. ഈ തോന്നിയാസം പ്രവർത്തിക്കുന്ന ഉമ്മയും പെങ്ങളും സ്വന്തം ബന്ധമില്ല സുന്ദരിനെ തട്ടിയെടുത്ത് അപഹരിച്ച് ഉപയോഗിച്ച് അവരുടെ പണം തട്ടിയെടുത്ത് അവർ മറ്റുള്ളവരെല്ലാവരും ഉപദ്രവിച്ച്, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉപദ്രവിച്ച് മുന്നോട്ട് പോകുന്ന ജനത, അവരോട് അതൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് അവരെ സാഹോദര്യം, ദൈവികത്വം പകർന്നു കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള മുഹമ്മദ് ഇവന്മാരൊന്നും പറഞ്ഞാൽ അനുസരിക്കാത്തത് കൊണ്ട് അവരോട് പറഞ്ഞതാണ്, നിങ്ങൾ മരിച്ചു പോയാൽ അവിടെ നരകത്തിലിടും, നല്ലത് ചെയ്താൽ അവിടെ സ്വർഗത്തിലിടും. നിങ്ങൾ ഇവിടുന്ന് കള്ള് കുടിക്കണ്ട, അവിടെ കള്ളിൻ്റെ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടുന്ന് എന്തിനാ നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ട്? ഒന്ന് ക്ഷമിച്ച് അടങ്ങി നിന്നാൽ മതി. മരിച്ചു പോയാൽ നമുക്ക് അവിടുന്ന് പുഴ തന്നെ ഇഷ്ടം പോലെ കുടിക്കാം. അതുപോലെ ഭക്ഷ്യവസ്തുക്കളും മുന്തിരിയും, സ്വർഗത്തിൽ മുന്തിരിയും ആപ്പിളും എല്ലാം ദൈവികമായ ഫ്രൂട്ട്സുകൾ, ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാവും. പിന്നെ അവിടെ ഹൂർലിനുണ്ടാവും. നിങ്ങൾ ഇവിടുന്ന് വ്യഭിചരിക്കല്ല, മറ്റുള്ളവനെ പോയി ബുദ്ധിമുട്ടിപ്പിക്കല്ല, മറ്റുള്ളവരെ സഹോദരിമാരും മക്കളെയും നിങ്ങൾ വ്യഭിചരിക്കല്ല, അപകടപ്പെടുത്തല്ല. അവിടെ ചെന്നാൽ ലോകത്ത് ആരും തൊടാത്ത ലോകസുന്ദരികളായ കന്യകമാരായ ഹൂർലിങ്ങളുണ്ട് മരിച്ചുപോയാൽ. അങ്ങനെ ആ സ്വർഗത്തിൽ റസൂലുള്ളാഹി ഒരിക്കൽ പറഞ്ഞു, എന്നെ ജിബ്രീൽ സ്വർഗത്തിൽ കൊണ്ടുപോയപ്പോൾ ഞാൻ ഒരു വലിയ മാളിക കണ്ടു, മന്ദിരം കണ്ടു. ഞാൻ അതിലേക്ക് ജിബ്രീൽ കാണിച്ചു. ഞാൻ അതിലേക്ക് പ്രവേശിക്കാൻ നോക്കിയപ്പോൾ ജിബ്രീൽ തടഞ്ഞു. അത് നിങ്ങൾക്കുള്ളല്ലോ, ഉമറിനുള്ളതാണ്. ഉമർ ഖത്താബിനുള്ള ആ ബംഗ്ലാവിലേക്ക് കാണിച്ചു കൊടുത്ത് മുഹമ്മദ് കടക്കാൻ നോക്കിയപ്പോൾ തടഞ്ഞ്, അത് നിങ്ങൾക്കുള്ളല്ലോ. അപ്പൊ മുഹമ്മദിനില്ല, ബംഗ്ലാവും ഇല്ല, ഇതുമില്ല, ഉമറിനാണ്. എന്താണ് ഈ തന്ത്രം? ആ ഉമറിനെ ശക്തമായി നിലനിർത്തി ഇങ്ങനെ ഒരു ബംഗ്ലാവും സുഖം, 6 പുഴ ഒഴുകുന്ന ലഹരിയും ഹൂർലിങ്ങളും ബംഗാവും എല്ലാം ആർഭാട്ടമായ സ്വർഗീയ തൊപ്പ് എനിക്ക് വേണ്ടി അവിടെ പണി റെഡിയായി വെച്ചിരിക്കുന്നു. അതിനെ നഷ്ടപ്പെടുത്തിക്കൂടാ. അതിനെ ശക്തമായി നിലനിർത്താൻ വേണ്ടിയിട്ട് തീവ്രമായ ശക്തമായ പ്രവർത്തനം ഇവിടെ നടത്തണം.